എല്ലാവർക്കും നമസ്കാരം. ഒരുക്കോളി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ബട്ടണില്ലേ അതുകൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിൽ തന്നെയാണ്. ഊട്ടിയിൽ കിലുക്കത്തിൽ രേവതി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ. തക്കുടുവിന് ഒരു കൊടയും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും കിൽക്കത്തിൽ വന്ന രേവതി തന്നെ. അങ്ങനെ ഞങ്ങൾ ഊട്ടിയുടെ ഒരു കാഭാഗവും കണ്ട് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ ഊട്ടിയോട് വിട പറയാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 3 മണി, ഉച്ച കഴിഞ്ഞ് 3 മണിയാവാറായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. മാനന്തവാടി വഴിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി മസനഗുഡി വഴി കയറി പോകുവാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോയാലോ? എങ്കിൽ വാ.
പളനി പോയിട്ട് എങ്ങനെയുണ്ട്? പളനി പോയിട്ട് റൂം വീശിക്കൊണ്ട് വരാണ്ട് വേറെ എന്താ പ്രശ്നം? റൂം വളരെ അവതരും അല്ലേ? റൂം വളരെ പോക്കിനും. പ്രിയ എന്താ പറയുന്ന കേക്കെന്ന് പറയാനില്ലേ? അറിയാം. പിന്നെ ശരി പറയൂ. അത്രേ ഉള്ളൂ. അവരൊക്കെ അടിപൊളി. പിന്നെ കൊടൈക്കനാൽ എങ്ങനെയുണ്ടായിരുന്നു? അല്ല കൊടൈക്കനാലിൽ പോയ റൂട്ട് എങ്ങനെ? ആ പേടിയുണ്ടേനോ ജീവൻ പോകുമെന്നുള്ള? കൊടൈക്കനാലിൽ പോകുമ്പോ തിരിച്ചു വരുമ്പോ ഉറങ്ങിപ്പോയിനു തോന്നുന്നു അല്ലേ? ആ കേവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തോ ഒരു ഇതിന്റെ എന്തോ ഭൂമി പളർന്നു പോയിട്ട് വന്നതാണെന്ന് അതെന്തേനു അത്? ആ ഗുണ കേവിന്റെ എന്നാ അത്? ആ ഊട്ടി എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഉഷാറ് തന്നെ അല്ലേ? എന്താ ആരോ തക്കടു ഇനി പറയാത്തേ? അങ്ങനെ ഞങ്ങൾ ഊട്ടിയോട് വിട പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. സ്വന്തം കേരളത്തിൽ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും സ്നേഹം മാത്രം. നല്ലൊരു കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല വരുന്ന വഴിക്ക്. അതുകൊണ്ട് വീഡിയോ ഞങ്ങളിവിടെ വെച്ച് നിർത്തിയാണ്. എല്ലാവർക്കും സ്നേഹം മാത്രം. വീഡിയോ ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അങ്ങനെ നാട്ടിലെ പെട്രോൾ പമ്പിൽ എണ്ണയടിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ഒരു കാഴ്ച